The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to the class. Hope you all are completed your exam successfully. നന്നായി എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ സബ്ജക്റ്റും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ എടുത്ത പോർഷൻസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അയയ്ക്കുക. പലരും കംപ്ലീറ്റ് ചെയ്ത് അയച്ചിട്ടില്ല. അപ്പോൾ അത് കൃത്യമായി കംപ്ലീറ്റ് ചെയ്ത് അയയ്ക്കുക. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും സമയം കണ്ടെത്തി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി ഡിസ്കസ്ഡ് about the demand for money, that is transaction motive and speculative motive for money and money supply in that M1, M2, M3 and M4 അല്ലേ, അത് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. ആൻഡ് ദ മണി സപ്ലൈ ഈസ് കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദ RBI. നമ്മളുടെ ഇന്ത്യയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ RBI ആണ് അല്ലേ. ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കാണ് അവിടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും. So today we are going to discuss about RBI, its functions and commercial bank and its functions. Okay, RBI എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the RBI was established in the year 1935. RBI established ചെയ്യുന്നത് 1935-ലാണ് and it was nationalized in the year 1949 with the headquarters at Mumbai. എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1935-ലും അതുപോലെ തന്നെ നാഷണലൈസ് ചെയ്ത ഇയർ 1949-ലുമാണ്. ആൻഡ് ദ പ്രസന്റ് ഗവർണർ ഓഫ് RBI ഈസ് ശക്തികാന്ത് ദാസ്. ഓക്കെ, ശക്തികാന്ത് ദാസ് വാസ് ദ പ്രസന്റ് ഗവർണർ ഓഫ് RBI. അത് ഞാൻ തന്നിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് എഴുതുക. ഓക്കെ, ശക്തികാന്ത് ദാസ് വാസ് ദ പ്രസന്റ് ഗവർണർ ഓഫ് RBI. സോ now we can discuss about the function of RBI or functions of central bank. That is, the first one is note issuing agency. Central bank is the agency that issue note in an economy or injecting cash into the economy. ഒരു എക്കോണമിയിൽ എത്രമാത്രം നോട്ട് അച്ചടിച്ചിറക്കണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്കാണ് നമ്മൾ കാണുന്ന എല്ലാ ക്യാഷുകളും അച്ചടിച്ചിറക്കുന്നത് എക്സെപ്റ്റ്, അവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഏതാണ്, എക്സെപ്റ്റ് 1 rupee. That is 1 rupee coin was or note is issued by the Ministry of Finance of the Government of India. Okay, Ministry of Finance of the Government of the India അല്ലേ, ഫൈനാൻഷ്യൽ മിനിസ്ട്രി ആണ് എന്ത് ചെയ്യുന്നത്, ആ 1 rupee നോട്ടോ കോയിനോ അച്ചടിച്ചിറക്കുന്നത്. റെസ്റ്റ് ഓൾ ദ മണി ഈസ് പ്രിൻറ്റഡ് ആൻഡ് ഇഷ്യൂഡ് by the RBI. RBI ആണ് പ്രിന്റ് ചെയ്തത് ഇറക്കുന്നത്. That is the first function of RBI. I think it is clear. The second one is bankers bank. In India, scheduled bank have to keep a deposit with the Reserve Bank that is not less than 5% of their current demand deposit or 2% of their fixed deposit as reserve. അതായത് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കും RBIയുടെ, ഓക്കെ, എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കും RBIയുടെ കയ്യിൽ അവരുടെ കറണ്ട് ഡെപ്പോസിറ്റിൻ്റെ 5%, ഓക്കെ, കറണ്ട് ഡെപ്പോസിറ്റിൻ്റെ 5%ഉം അതേപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ 2%ഉം അവരെന്ത് ചെയ്യണം, എത്രയാണോ ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, എത്ര കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, എത്ര ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൻ്റെ കറണ്ട് ഡെപ്പോസിറ്റിൻ്റെ 5%ഉം ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ 2%ഉം അവരെന്ത് ചെയ്യണം, ദേ ഹാവ് ടു കീപ് ഇൻ RBI.
അവരെവിടെ കീപ്പ് ചെയ്യണം? RBIയിൽ സൂക്ഷിച്ചു വെക്കണം ആസ് റിസർവ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർവ് റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. ഇങ്ങനെ റിസർവ് ആയിട്ട് RBIയിൽ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ ഇതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യും? ദേ വിൽ ബി പ്രൊവൈഡിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അവരെന്ത് ചെയ്യണം? ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യണം. അപ്പം നമ്മൾ തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാൾക്ക് ക്യാഷ് കടം കൊടുത്തു അല്ലേ? ക്യാഷ് കടം കൊടുത്തു കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? പ്രോമിസറി നോട്ട് തരണം. അതായത് ഞാൻ ഇന്ന ഡേറ്റിന് ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എമൗണ്ട് തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസിൽ എഴുതി തരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഈ എഴുതി തന്നിട്ടുള്ള ഈ സംഭവം നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് ഇവിടെ പറയുന്നത് ഇൻ റിട്ടേൺ ദേ എൻജോയ് ദ പ്രിവിലേജ് ഓഫ് റീഡിസ്കൗണ്ടിങ് ദെയർ ബിൽസ് വിത്ത് റിസർവ് ബാങ്ക് ആസ് വെൽ ആസ് സെക്യൂറിംഗ് ലോൺ അഗെയിൻസ്റ്റ് ദ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് വെൻ നീഡഡ് അല്ലേ? ഇപ്പോൾ ഇവർ പറയുന്ന 5%, 2% കറണ്ട് ഡെപ്പോസിറ്റിൻ്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും 5%, 2% ആയിട്ടുള്ളത് നമ്മൾ റിസർവ് ബാങ്കിൽ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? അവരൊരു പേപ്പറിൽ അത് എഴുതിയിട്ട് ഇത്ര മാത്രം റിസർവ് ഉണ്ട് എന്നുള്ളത്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? കൊമേഴ്ഷ്യൽ ബാങ്കിൽ എന്തെങ്കിലും കണ്ടീജൻസി വരികയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രോമിസറി നോട്ട് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് ലോണ് വാങ്ങാവുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ബാങ്കേഴ്സ് ബാങ്ക്. ബാങ്കുകളുടെ എല്ലാം ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? RBI ആണ്. ദാറ്റ് ഈസ് വാട്ട് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. The third one is banker to the government. That is, central bank act as a banker, agent and advisor to the government. It keeps the banking account of the government. All the balance of the government are kept with the central bank. It pays no interest on these balances. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ബാലൻസസും അവരുടെ എക്സ്പെൻസസ് കഴിഞ്ഞ് കിട്ടുന്ന ബാക്കി വരുന്ന എല്ലാ റവന്യൂവും അവരുടെ ബാലൻസ് ഒക്കെ എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? RBI സെൻട്രൽ ബാങ്കിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ബാങ്കർ, ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ്. എങ്ങനെയാണ് ക്യാഷ് ചെലവഴിക്കേണ്ടത്, ഏത് വിധത്തിൽ ചെലവഴിക്കണം, അങ്ങനെയുള്ള അഡ്വൈസുകളും ഒരു ഏജൻ്റായിട്ട് ഗവൺമെൻറ്റിന് ഒരു ഏജൻ്റായി വർക്ക് ചെയ്യുകയാണ്. ഇനി ഗവൺമെൻറ് സൂക്ഷിച്ചു വെക്കാൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ സെൻട്രൽ ബാങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നു പറഞ്ഞു അല്ലേ? അതിന് എന്തില്ല? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ സാധാരണ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ ഇവിടെ എന്താണ്? ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇസ് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ്. The chief objective of central bank is to maintain the price and economic stability. For controlling the inflationary and deflationary pressure in the economy, the central bank adopts quantitative and qualitative measures of credit control. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞു ഇറ്റ് ഈസ് ദ നോട്ട് ഇഷ്യൂയിങ് ഏജൻസി എന്ന് പറഞ്ഞു അല്ലേ? കണ്ടമാനം നോട്ട് അച്ചടിച്ചിറക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്താകും? ഇൻഫ്ലേഷൻ, പ്രൈസ് ലെവൽ കൂടും, ഇൻഫ്ലേഷൻ ആകും. ടു മച്ച് മണി ചേസിങ് എക്കോണമി, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. സോ വാട്ട് യു മീൻ ബൈ ഇൻഫ്ലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ മീൻസ് ടു മച്ച് മണി ചേസിങ് ദ എക്കോണമി. ഒരുപാട് ക്യാഷ് എക്കോണമിയിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ക്യാഷ് ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഡീഫ്ലേഷൻ എന്ന് പറയുകയാണ്. ഓക്കെ, ഈ ഒരു ഫ്ലക്ച്വേഷൻ അവോയ്ഡ് ചെയ്യാൻ സെൻട്രൽ ബാങ്ക് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷറിലൂടെ ഈ ഫ്ലക്ച്വേഷൻസിനെ അവോയ്ഡ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാളിറ്റേറ്റീവ് മെത്തേഡും അതെങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ്റെയും ഡിഫ്ലേഷൻ്റെയും സമയത്ത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇസ് lender of last resort. Lender of last resort. This is the very important function of central bank, that is RBI. The central bank helps the commercial banks when they face any difficulty. Even a well-managed commercial bank can run into difficulty if there is a great rush of demand for cash by the depositors. During such occasion, the commercial bank can approach the RBI for assistance. Thus, the central bank is the last source of supply of credit.
ഈ ക്യാഷ് ഇൻജെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ, എക്കോണമിയിലേക്ക് ഒരുപാട് ക്യാഷ് ഇൻജെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇപ്പം നമ്മളുടെ ഇവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ട് പോകുന്നത് SBI ആണെന്നിരിക്കട്ടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ദേ ആൾസോ വിൽ ഫേസ് എ പ്രോബ്ലം. അവർക്ക് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാം. എല്ലാ ഡെപ്പോസിറ്ററും കൂടി അറ്റ് എ ടൈം പോയിട്ട് നമ്മൾ ഒരു ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് മുഴുവൻ തിരിച്ചു തരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഡിഫിക്കൽറ്റി കൊമേഴ്ഷ്യൽ ബാങ്ക്സിനോ ഷെഡ്യൂൾഡ് ബാങ്കിനോ വരികയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ അപ്രോച്ച് ദ സെൻട്രൽ ബാങ്ക്, ദേ ക്യാൻ അപ്രോച്ച് ദ RBI. പിന്നെ RBIനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് RBI. The next one is custodian of foreign exchange reserve. The central bank manage the foreign exchange reserve of the country. An important function of central bank is to maintain the exchange rate of the national currency. അതായത് നമ്മുടെ നാഷണൽ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. അതുപോലെ തന്നെ എത്രമാത്രമാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമ്മുടെ കയ്യിൽ വെക്കേണ്ടത്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്നാണ് പറയുക. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ കസ്റ്റോഡിയൻ, ഒരു പ്രൊട്ടക്ടറാണ് ആര്, RBI എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് RBI. The next one is publication of report. The central bank collect the data and publish report on banking and finance. അല്ലേ, രാജ്യത്ത് നടക്കുന്ന മൊത്തം ബാങ്കിങ്, എത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, എത്ര ലെൻഡിങ് റേറ്റ് എത്രയാണ്, ക്യാഷ് റിസർവ് റേഷ്യോ എത്രയാണ്, SLR എത്രയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഇതിൻ്റെയൊക്കെ വേരിയേഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഇൻഫ്ലേഷൻ്റെ റേറ്റ് എത്രയാണ്, ഡിഫ്ലേഷൻ്റെ റേറ്റ് എത്രയാണ്, അതുപോലെ ഒരുപാട് റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത് ബാങ്കിങ്ങും അല്ലെങ്കിൽ ഫൈനാൻസ് സെക്ടറുമായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്, സെൻട്രൽ ബാങ്ക് ആണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ദ നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ ക്ലിയറിംഗ് ഹൗസ്. RBI act as a clearing house for the transfer and settlement of mutual claims. Bank to the bank's clearing settlement can be done with RBI since all commercial bank keep reserve with RBI. നമ്മൾ പറഞ്ഞു a certain portion should be kept with the RBI അല്ലേ, that is all commercial banks should keep a certain portion of their deposit with the RBI. അതിനെയാണ് നമ്മൾ റിസർവ് എന്ന് പറയുന്നത് പറഞ്ഞു അല്ലേ. ഈ ഒരു റിസർവ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ നാഷണൽ ക്ലിയറിംഗ് ഹൗസ് എന്നാണ് പറയുന്നത്. അതായത് ബാങ്ക് ടു ബാങ്ക് പ്രോബ്ലംസും അല്ലെങ്കിൽ ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻസും അതിലെന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലോ അവിടെ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിലോ ദ RBI can interfere into that and they can clear the problem. So it acts as a national clearing house. Okay, so these are the important functions of RBI. ഇതൊക്കെയാണ് RBIയുടെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. The next one is commercial banks. Next one is commercial banks. Commercial banks plays a major role in the economy. They will accept deposit from the public. For that they will pay an interest rate. It is called as borrowing rate. അല്ലേ, നമ്മൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്, നമ്മൾ അടക്കമുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. ആ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോറോയിങ് റേറ്റ് എന്ന് പറയുന്നത്. They will lend money to the needy and for that they will charge an interest. It is called as lending rate അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തവരല്ലാതെ വേറെ ആൾക്കാർ ലോൺ എടുക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, അവർ ലോൺ കൊടുക്കും, പക്ഷെ അതിനൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ബോറോയിങ് റേറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ് ഈസ് ദ പ്രോഫിറ്റ് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോറോയിങ് റേറ്റും ലെൻഡിങ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിന് സ്പ്രെഡ് എന്ന് പറയും. ഓക്കെ, സോ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ക്രെഡിറ്റ് ക്രിയേഷൻ ആണ്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ബട്ട് ഇൻ ജനറൽ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഹെഡിങ്. ദാറ്റ് ഈസ് പ്രൈമറി ഫങ്ഷൻ, ഏജൻസി ഫങ്ഷൻ ആൻഡ് മിസ്ലേനിയസ് ഫങ്ഷൻ. 3 ഫങ്ഷൻസ് ആണുള്ളത്, പ്രൈമറി ഫങ്ഷനും ഏജൻസി ഫങ്ഷനും മിസ്ലേനിയസ് ഫങ്ഷൻ. സോ വൺ ബൈ വൺ വി വിൽ ഡിസ്കസ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഫങ്ഷൻ. പ്രൈമറി ഫങ്ഷനിലെ ഒന്നാമത്തെ എന്താണ്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അല്ലേ. ആരാണോ അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ എന്ത് ചെയ്യുക, അവർക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലേ. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്.
The next one is lending loans. Another important primary function of commercial bank is to provide loan to the needy. ആർക്കാണോ അത്യാവശ്യമായിട്ടുള്ളത് അവരുടെ കയ്യിലുള്ള എസെൻഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡ് അങ്ങനത്തെ എന്തെങ്കിലും എസെൻഷ്യൽ ഡോക്യുമെൻറ്റോ ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി പ്രൊവൈഡിങ് വാട്ട് ലോൺ. അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി ഹയർ ദാൻ ബോറോയിങ് റേറ്റ്. ലെൻഡിങ് റേറ്റ് എപ്പോഴും എന്തായിരിക്കണം? ബോറോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ബോറോയിങ് റേറ്റിനേക്കാളും കൂടുതലായിരിക്കണം റെൻറ്റിങ് റേറ്റ്. അപ്പോഴായിരിക്കും കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്തുണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവുക. ഓക്കെ. The next important function of commercial bank and very important function of commercial bank is credit creation. എങ്ങനെയാണ് credit creation ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, credit creation is the one of the important function of the commercial banks. Like other financial institutions, they aim at earning profit. For this purpose, they accept deposit and advance loans by keeping a small amount of cash as reserve for day-to-day transactions. When bank advances a loan, it opens an account in the name of the customer and does not pay him in cash but allow him to draw the money by check according to his needs. By granting a loan, bank is creating credit or deposit. ഒരാൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോവുകയാണെന്ന് ഇരിക്കട്ടെ. ആ ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ ആ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ആ പേഴ്സൺ ആ ബാങ്കിൽ എന്ത് ചെയ്യണം? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ ചെയ്യുകയാണ്. അവർക്കൊരു അക്കൗണ്ട് ആവുകയും ചെയ്തു, അതിലൊരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ക്രെഡിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ടുകൾ കൂട്ടുക. എത്രമാത്രം അക്കൗണ്ടുകൾ, എത്രമാത്രം ഡെപ്പോസിറ്റുകൾ ആ ബാങ്കിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഡെപ്പോസിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് financing foreign trade. A commercial bank finances foreign trade of the customers by accepting foreign bill of exchange, collecting them for foreign banks, and it also transact other foreign exchange business and sell foreign currency. നമ്മൾ ഫോറിൻ കറൻസികൾ കൺവേർട്ട് ചെയ്യുന്നതും ഫോറിൻ എക്സ്ചേഞ്ചുകൾ സെക്യൂരിറ്റീസുകൾ സെല്ല് ചെയ്യുന്നതും അത് പർച്ചേസ് ചെയ്യുന്നതിലും കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. The obligatory for the commercial bank to invest a part of their fund in approved securities. Investment in government securities are useful in two ways. The first one is that commercial bank can get income from their surplus fund. The other is that liquidity, that is encashability of security is higher than that of loans. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അവരുടെ എല്ലാ എക്സ്പെൻസസും കഴിഞ്ഞ് വരുന്ന സർപ്ലസ് ഫണ്ട് എക്സ്ട്രാ വരുന്ന ഫണ്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അവർ പൊതുവെ ഏതിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക? ഗവൺമെൻറ് സെക്യൂരിറ്റീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഒരു പ്രോമിസറി നോട്ട് എഴുതി കൊടുക്കും. ഇത് ഇത്രയും എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും കണ്ടിജൻസി വരികയാണെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി പ്ലെഡ്ജ് ചെയ്തിട്ട് അവർക്ക് ലോൺ എടുത്ത് ആ ഒരു കണ്ടിജൻസി മീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അതാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മിക്കവാറും ഇങ്ങനെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എൻകാഷബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. ലോൺ കൊടുക്കുന്നതിനേക്കാളും സേഫാണ്. ഒന്നാമത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ ഒരു വിശ്വാസമുണ്ട്, ഒരിക്കലും പൊളിയില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകും. പിന്നെന്താണ്, ഈ ഒരു എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ലോൺ കൊടുത്ത ആളെ ഉടൻ തിരിച്ചടയ്ക്കണം എന്നില്ല. ആ ഒരു മെച്യൂരിറ്റി പീരീഡിനുള്ളിലേ അയാൾ എന്ത് ചെയ്യുള്ളൂ? തിരിച്ചടയ്ക്കുള്ളൂ അല്ലേ? അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് അപ്പം അത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇനി ദ നെക്സ്റ്റ് വൺ ഇസ് ഏജൻസി ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഏജൻസി ഫങ്ഷൻസ് എന്ന് നോക്കാം. Commercial bank act as an agent of the customers in collecting and paying check, bill of exchange, draft, dividend, etc. ഇതൊരു ഏജൻറ്റാണ്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിന് കളക്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് പേ ചെയ്യുന്നത്, ഡിവിഡൻറ്റ്, കമ്പനികളുടെ ഡിവിഡൻറ്റ് പേ ചെയ്യുന്നതിനൊക്കെ ഒരു ഏജൻറ്റായി വർക്ക് ചെയ്യാറുണ്ട്. The second one, it also buys and sell share, securities, debentures, etc. for the customers. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഷെയർ വാങ്ങാറുണ്ട്. ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാറുണ്ട്, സെക്യൂരിറ്റീസ് വാങ്ങാറുണ്ട്, ഡിബെഞ്ചേഴ്സ് വാങ്ങാറുണ്ട്, അത് പർച്ചേസ് ചെയ്യാറുണ്ട്. അതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടാകും. ഷെയറും സെക്യൂരിറ്റിയും ഡിബെഞ്ചറും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടാകും.
നെക്സ്റ്റ് വൺ ഇറ്റ് പേയ്സ് സബ്സ്ക്രിപ്ഷൻസ് അല്ലേ, സബ്സ്ക്രിപ്ഷൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇൻഷുറൻസ് പ്രീമിയം, റെൻറ്റ്, ഇലക്ട്രിക്, വാട്ടർ ബിൽസ് ആൻഡ് അതർ സിമിലർ ചാർജ് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് ക്ലയൻറ്റ്സ് അല്ലേ. ഇലക്ട്രിക് ബില്ല് അടയ്ക്കാനോ ഒക്കെ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ബില്ലൊക്കെ അടച്ച് തരുന്നതായിരിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ദ ബാങ്ക് ആക്ട് ആസ് എൻ ഇൻകം ടാക്സ് കൺസൾട്ടൻറ്റ് ടു ദ ക്ലയൻറ്റ്സ് അല്ലെ. ഇൻകം ടാക്സ് എന്തെങ്കിലും അടയ്ക്കാനുണ്ടോ അതിൻ്റെയുള്ള കാര്യങ്ങളൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യും. ഫോർ സം ഓഫ് ദിസ് സർവീസ് ദ ബാങ്ക് ചാർജ് എ നോമിനൽ ഫീ വൈൽ ഇറ്റ് റെൻഡേഴ്സ് അതർ ഫ്രീ ഓഫ് ചാർജ്. ഇതുണ്ടെങ്കിൽ കൂടിയിട്ടും കൊമേഴ്ഷ്യൽ ബാങ്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ഫീസായിട്ട് അവർ ഈടാക്കും ഈ പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസിനൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ +1 ബിസിനസ് സ്റ്റഡീസിനകത്ത് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. നെക്സ്റ്റ് വൺ ഇസ് മിസ്ലേനിയസ് ഫങ്ഷൻസ് അല്ലേ. ബാക്കി വരുന്ന കുറച്ച് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡ് ലോക്കർ ഫെസിലിറ്റീസ്. എന്താണ് ലോക്കർ ഫെസിലിറ്റി? നമ്മളുടെ എന്തെങ്കിലും ഗോൾഡ്, എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു പ്ലേസ് അല്ലേ, അതാണ് ലോക്കർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇറ്റ് ഇഷ്യൂസ് വേരിയസ് ഫോംസ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ചെക്ക്, ഡ്രാഫ്റ്റ്, ട്രാവലേഴ്സ് ചെക്ക് അല്ലേ, ഇതൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇഷ്യൂയിങ് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് അല്ലേ. ക്രെഡിറ്റ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്യും അല്ലേ. എത്ര എമൗണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെറ്റർ ഇഷ്യൂ ചെയ്യും. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലേ. ഫോറിൻ എക്സ്ചേഞ്ചുകളൊക്കെ പർച്ചേസ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്. ടെലി ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ ഗൂഗിൾ പേ അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ. ടെലി ബാങ്കും ഇൻ്റർനെറ്റ് ബാങ്കിങ്, അതേപോലെ തന്നെ ഇഷ്യൂയിങ് ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ the total functions of commercial bank is classified into 3, that is primary function, agency function and miscellaneous function. So okay, that's all for today. If you have any doubt related to this chapter, you can contact me. Thank you. Have a nice day.